الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ചും പകർത്തി പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോട് കൂടിയൊരു ജീവിതം സദാ സമയത്തും നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് മുത്തഖീങ്ങളായ വാഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ പുണ്യമായ ദിനത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കും സന്തോഷിക്കാനും ആഹ്ലാദിക്കുവാനും
തൻ്റെ പാരത്രിക യാത്രയ്ക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ സമാഹരിക്കുവാനും തയ്യാറാക്കി വെക്കുവാനും സ്വർഗപ്രവേശനത്തിന് അർഹത ലഭിക്കുന്ന മഅഫിറത്ത് ലഭിച്ച ആളുകളിൽ ഉൾപ്പെടാനും നരകമോചനം ലഭിച്ച് സ്വർഗപ്രവേശനം ലഭിക്കുവാനുമൊക്കെ നല്ല സുവർണ അവസരമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും വളരെ അധികം ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്, പരിശുദ്ധ റമളാൻ എന്തിന് വന്നു എന്ന ചോദ്യം പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ നാം അത് സൂചിപ്പിച്ചു. തഖ്വയാണ്, മഗ്ഫിറത്താണ്, സ്വർഗപ്രവേശനമാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. അതേ രൂപത്തിൽ പരിശുദ്ധ റമളാൻ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിൻ അവതരണം നടന്ന മാസമായതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആനിനെ നാം എങ്ങനെയാണോ അതിനെ സമീപിക്കുന്നത്, അതിൻ്റെ പാരായണവും അതിൻ്റെ പഠനവും അതിൻ്റെ മനനവും അതിൻ്റെ ചിന്തയും ആലോചനയും അതും നമ്മളുമായുള്ള ജീവിതം, ബന്ധം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും തമ്മിലുള്ള ബന്ധം, ഇതിനേക്കാൾ ഏറെ അള്ളാഹുവും നമ്മളുമായുള്ള ബന്ധം നിലനിർത്തണമെങ്കിൽ അതിന് ഖുർആനുമായി നമ്മൾ ബന്ധമുണ്ടെങ്കിലേ ശരിയാവുകയുള്ളൂ. അൽ ഹബിലുല്ലാഹിൽ മംദൂദ മിനസ് സമാഇ ഇലൽ അർള് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഖുർആനിൽ കൊടുത്ത വിശദീകരണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആകാശ ലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് നീട്ടിയിട്ടപ്പെട്ട കയർ എന്നുള്ളതാണ്. ആ ഖുർആനുമായി തമസ്സകു ബിഹാദൽ ഖുർആൻ, ഖുർആനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ത്വറഫഹു ബിഐദീകും വത്വറഫഹു ബിയദില്ലാഹ്, അതിൻ്റെ ഒന്ന് നിങ്ങളുടെ കൈകളിലാണെങ്കിൽ മറ്റൊരറ്റം അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അള്ളാഹുമായുള്ള കണക്ഷനാണ് ഖുർആനിലൂടെ. കാരണം ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ അള്ളാഹു നമ്മളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹൽ ഇൻസാൻ യാ അയ്യുഹൻ നാസ്, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അതൊക്കെ ആരെയാണ്? നമ്മളെയാണ്, വിശ്വാസികൾ. ആ പടച്ച തമ്പുരാന്റെ സംഭാഷണത്തിന് ശ്രദ്ധ കൊടുക്കൽ, ചെവി കൊടുക്കൽ, അത് സമിഅന വ അതഅന, ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറയാൻ. വിശ്വാസികളെ നാം ഒന്ന് ആലോചിക്കുക. ഇന്ന് ഖുർആൻ പാരായണം സമൂഹത്തിൽ വളരെ സുലഭമായ രൂപത്തിൽ എല്ലാവരും അതിൽ ബോധവാന്മാരാണ്. പക്ഷേ ഈ ഖുർആൻ കൊണ്ട് ലഭിക്കേണ്ട നേട്ടം പലപ്പോഴും ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് നമ്മുടെ സമകാലിക സാഹചര്യം, ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കൊലപാതകങ്ങളാണെങ്കിലും മയക്കുമരുന്നുകളാണെങ്കിലും സെക്സ് റാക്കറ്റുകളാണെങ്കിലും എന്ത് തട്ടിപ്പുകളും വെട്ടിപ്പുകളും മോഷണവും എന്താവട്ടെ, പിടിക്കപ്പെട്ടാൽ അവിടെ കാണുന്ന ഒരു പേര് മുസ്ലിം ഉമ്മത്തിന്റെ പേരാ. മുസ്ലിം ഉമ്മത്തിന്റെ പേരാ. പലപ്പോഴും പല ആളുകളും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഇറങ്ങി, ആ ഖുർആൻ നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട്, ആ ഖുർആനിന്റെ പഠന സംരംഭങ്ങളുണ്ട്, അത് പഠിപ്പിക്കുന്ന മദ്രസകളുണ്ട്, കോളേജുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, പള്ളികളുണ്ട്, എല്ലാവിധ ഖുർആന്റെ സമ്മേളനങ്ങളും സെമിനാറുകളും എല്ലാം നടക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഖുർആൻ കൊണ്ട് സംസ്കരിച്ചെടുത്ത ഒരു സമൂഹത്തെ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ ഇത്രയധികം പെരുകി വരുന്നു എന്നുള്ളതാണ്? അതിന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയൊരു മറുപടിയാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ, എൻ്റെ ഉമ്മത്തിന് ഒരു കാലഘട്ടം വരും, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, പേര് കേട്ടാൽ മുസ്ലിം ആയിരിക്കും, ഇസ്ലാം എന്ന് പറയുന്നത് അവന്റെ പേരിൽ മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടം. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു,
ഖുർആൻ അതിന്റെ ലിപികളിൽ മാത്രം അവശേഷിക്കും. സഹാബത്തിന്റെ കാലത്ത്, ഉത്തമരായ സജ്ജനങ്ങളുടെ കാലത്ത്, സലഫുകളുടെ കാലത്ത് ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ ആയത്തുകൾ കാണണമെങ്കിൽ ഓരോ സ്വഹാബിയെ നോക്കിയാൽ മതി. ഓരോ ആയത്തുകൾ കാണണമെങ്കിൽ ഇന്ന് ഖുർആൻ മുസ്ലിമിന്റെ ജീവിതം കണ്ട് ഖുർആൻ മനസ്സിലാക്കുന്നതിനപ്പുറം ഖുർആൻ അതിന്റെ ലിപികളിൽ മാത്രം അവശേഷിക്കുക ജീവിതത്തിലേക്ക്, ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പ്രയോഗവൽക്കരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മസാജിദുഹും ആമിറ, വലിയ ചുംബിരികളായ ആഡംബര നിർഭരമായ പള്ളികൾ ഉണ്ടാകും, അവർക്ക് അലങ്കൃതമായ പള്ളികൾ ഉണ്ടാകും. സന്മാർഗത്തിന്റെ ദർശനം അവിടുന്ന് വളരെ കുറവായിരിക്കും. ആകാശലോകത്തിന്റെ ചുവട്ടിൽ ഏറ്റവും നികിട്ടരായ ജീവികൾ അവരുടെ പണ്ഡിതന്മാരായി അത് പതിക്കും. ഈ ഒരു കാലഘട്ടം മുസ്ലിം ഉമ്മത്തിന് വരും. വിശ്വാസികളെ എങ്ങനെ നന്നാക്കിയെടുക്കാൻ കഴിയും? ഈ മുസ്ലിം ഉമ്മത്തിനെ നന്നാക്കണം, മാറ്റിയെടുക്കണം, എങ്ങനെ കഴിയും? അതിനുള്ള മറുപടി ഇമാം മാലിക് റഹ്മഹുല്ലാഹ് കൊടുത്ത മറുപടിയാ, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അവസാനം നന്നാവുകയില്ല, ഇല്ലാ മാ സലഹ ബിഹി അവ്വലുഹാ, അതിന്റെ ആദ്യം നന്നായതുപോലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധന ദൗത്യവുമായി ആ മക്കയുടെ ആർക്കേജിലേക്കും ആ കാട്ടറബികളിലേക്ക്, ഇരുണ്ട മനസ്സിന്റെ വരണ്ട ഉടമകളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ വിശ്വാസത്തെയും അവരുടെ സംസ്കാരത്തെയും അവരുടെ സ്വഭാവത്തെയും അവരുടെ സാമ്പത്തിക മേഖലയും സാമൂഹിക ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും എല്ലാറ്റിനെയും പരിവർത്തിപ്പിച്ചെടുത്തു. അവർ ഏറെ അധപ്പതിച്ചവരായിരുന്നു. അവർ വേറെ വ്യക്തമായ വഴികളിലായിരുന്നു. അവരെയാണ് ഖുർആൻ കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് മോഡലായി, റോൾ മോഡലായി അവതരിപ്പിക്കാൻ പറ്റിയ ആളുകളാണ് നിങ്ങളെന്ന് പറഞ്ഞ് മാതൃക കാണിച്ച് പ്രവാചകൻ തന്നത്. എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ആധുനിക ജാഹിലിയത്തിന് തുടച്ചു നീക്കാൻ എന്താണ് മാർഗം? ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ, ആദ്യം നന്നായത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നന്നാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആദ്യം എങ്ങനെ നന്നാക്കി? വഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അവരിൽ നിന്നുള്ള നിരക്ഷരായ സമൂഹത്തിൽ നിന്ന് ഒരു പ്രവാചകനെ അല്ലാഹു തആല അവരിലേക്ക് നിയോഗിച്ചു. യത്ലു അലൈഹിം, ആ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. വയുസക്കീഹിം, എന്നിട്ട് അവരുടെ മനസ്സുകളെ സംസ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആൻ അവരെ പഠിപ്പിച്ചു. വൽ ഹിക്മ, അവരുടെ തത്വജ്ഞാനം ഹദീസും പഠിപ്പിച്ചു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു അവർ. എല്ലാ നിലക്ക് അവരെടുത്ത് നോക്കിക്കഴിഞ്ഞാലും മദ്യമാകട്ടെ, വ്യഭിചാരമാകട്ടെ, അതുപോലെ തന്നെ കലഹങ്ങളാകട്ടെ, കൊലപാതകങ്ങളാകട്ടെ, പരസ്പരമുള്ള പിടിച്ചു പറയും, അടിപിടിയും, എല്ലാവിധ തോന്നിവാസങ്ങളും വൃത്തികേടുകളും സാഹിത്യരംഗം എല്ലാം വളരെ മോശമായിരുന്ന കാലഘട്ടം. ഈ സമൂഹത്തിന്റെ അവസ്ഥ അറിയണമെങ്കിൽ അറബി കവികൾ പറയുന്നത്, അറബിയുടെ സബൂൽ മുഅല്ലഖാത്തുകളിൽ പറയുന്നത് കാണാം. അന്നൊരു മനുഷ്യനായി പരിഗണിക്കപ്പെടണമെങ്കിൽ ലൗലാ സലാസുഹുന്ന മിൻ ഇശതിൽ ഫതാ വമിൻഹുന്ന സബ്ഖുൽ ദിലാതി ബിശുർബതി കുമൈതിൻ മതാമാ തുഅലു ബിൽ മാഹി തുസ്ബുദി. അന്ന് ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യനായി എണ്ണണമെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടായേ പറ്റൂ. അതിലൊന്ന്, അതിരാവിലെ എണീക്കുമ്പം നൊരഞ്ഞ് പൊങ്ങുന്ന കള്ള് അത് കുടിച്ചെങ്കിലേ അവനൊരു മനുഷ്യനായി അവനെ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ് കാലഘട്ടം. അതേ രൂപത്തിൽ തന്നെ വ്യഭിചാരത്തിന് അഡിക്റ്റുകളായാൽ മാത്രമേ അവർക്കായിരുന്നു സ്റ്റാറ്റസ്. എത്രയോ പെണ്ണുങ്ങളെ ഉപയോഗപ്പെടുത്തിയ ആളുകളായിരുന്നു അന്നത്തെ ഹീറോ. അതേ രൂപത്തിൽ തന്നെ എത്രയാത്രം അയ്യാമുൽ അറബ് നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ, ഹൗസ് ഹസ്രജ് ഗോത്രങ്ങൾ അവരുടെ പകകൾ നീണ്ടു നിൽക്കുന്ന ഒരൊട്ടകം മറ്റൊരു ഗോത്രത്തിന്റെ കുടുംബത്തിന്റെ പറമ്പിലേക്ക് കയറിയാൽ അതിന്റെ പേരിൽ നീണ്ടു നിൽക്കുന്ന അയ്യാമുൽ അറബ്, രക്തച്ചുരിച്ചിലുകൾ, എല്ലാ നിലക്കും ഉണ്ടായിരുന്ന എല്ലാ 3W എന്ന് പറയും പോലെ വൈൻ, അതുപോലെ വാർ, വുമൺ എന്ന് സാധാരണ ആളുകൾ പറയാറുണ്ട്. ഇത് 3 നിലനിന്ന ജാഹിലിയ ഉമ്മത്ത്. അതുണ്ടെങ്കിലേ ഇവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ചെടുക്കുകയാണ്. എങ്ങനെയാണ് പ്രവാചകൻ സംസ്കരിച്ചെടുത്തത്? കള്ളിൽ മുഴുകുകയല്ല, കള്ളിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തെ
പരിശുദ്ധ ഖുർആനിന്റെ വചനം ഓതി കേൾപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾ കള്ളും അതുപോലെ കൊള്ളിവെപ്പും അതുപോലെ തന്നെ പ്രതിഷ്ഠയിൽ വെക്കലും ഭാഗപരീക്ഷണവും ഇന്നത്തെ ലോട്ടറിക്ക് സമാനമായ എല്ലാ ഏർപ്പാടും അത് പിശാചിന്റെ പ്രവർത്തനങ്ങളാ, നിങ്ങൾ ഒഴിവാക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക. നിങ്ങളത് ഒഴിവാക്കുന്നില്ല, നിങ്ങൾക്ക് വിജയിക്കാം, ഇഹത്തിലും പരത്തിലും വിജയിക്കാം. ഇന്ന് നോക്കൂ, നിങ്ങൾ കേരള സമൂഹത്തിൽ ഇന്നുള്ള ഒരു കുടുംബത്തിൽ 5 ആളെ നെഞ്ച് പിളർത്തും പോലെ കൊലപ്പെടുത്താൻ തന്റെ സഹപാഠിക നെഞ്ചകം എന്നുള്ള ഒരു ആയുധം കൊണ്ട് നെഞ്ച് കുത്തി പിളർത്താൻ മടി കാണിക്കാത്ത ഇന്നത്തെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന ഈ ന്യൂ ജനറേഷൻ, ഇവരൊക്കെ എന്താണ് ഇവരെല്ലാം അഡിക്റ്റുകളാക്കുന്നത്, ഇവരെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്? പരിശുദ്ധ ഖുർആൻ പറയാ, ഇന്നമാ യുരീദു ശൈത്താൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസർ. ലഹരിയിലും ഇത്തരത്തിലുള്ള മരുന്നുകളിലും കള്ളുകളിലും എല്ലാറ്റിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങൾക്കിടയിൽ പിശാച് ശത്രുതയുണ്ടാക്കും, കോപമുണ്ടാക്കും, ദേഷ്യമുണ്ടാക്കും. ഉമ്മയാരാ, ഉപ്പയാരാ, അച്ഛനാരാ, അമ്മയാരാ, ജേഷ്ഠനാരാ, അല്ലെ ഭാര്യയാരാ, അനിയനാ, അനിയത്തി, ആരും നോക്കുകയില്ല. അറുകൊല ചെയ്യും, എന്തും ചെയ്യാൻ മടിക്കും അവർ. അത്തരത്തിലുള്ള രൂപ വയസ്സുക്കും ദിക്റില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ തന്നെ അവരുടെ മനസ്സിൽ എടുത്തു കളയും. വഅനിസ്സലാ, നമസ്കാരത്തെ കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കും. കള്ള് കാരണം, ലഹരി കാരണം ഫലൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനായ ത്വൽഹാ റളിയല്ലാഹു തആല അൻഹു മദീനയുടെ ഓരങ്ങളിൽ വലിയ കള്ളിന്റെ ഷോപ്പുകൾ നടത്തിയ മനുഷ്യനായിരുന്നു. കള്ളിന്റെ എല്ലാ വീപ്പകളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്ത ഒരു ചെറിയ കുട്ടിയെ മദീന തെരുവോരങ്ങളിൽ വിടുക. ഇന്നമൽ ഖംറു വൽ മൈസർ എന്ന് തുടങ്ങുന്ന കള്ള് ഒഴിവാക്കണം. അവർ തച്ചൊടച്ച് ഒഴിവാക്കുകയാണ്. കുടിച്ചു പോയ ആളുകൾ ഈ ആയത്ത് കേട്ടതിന് ശേഷം കൈ അണ്ണാക്കിലിട്ട് ഛർദിക്കുകയാണ്. അത്രമാത്രം സൂക്ഷ്മത. സ്വഹാബികൾ പറയുന്നുണ്ട്, പിന്നീട് ഞങ്ങൾ അതിനുശേഷം അതിലേക്ക് മടങ്ങിയിട്ടില്ല. അത്ര വലിയ മാറ്റം അവരുണ്ടാക്കിയത് പരിശുദ്ധ ഖുർആനായിരുന്നു. വിശ്വാസികളെ, ചരിത്രത്തിലേക്ക് വന്നാൽ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മനുഷ്യൻ മരുഭൂമിയിലെ വേട്ടപ്പട്ടി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുക. രാവിലെ കള്ളു കുടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ തന്റെ കാമവികാരത്തിന് വേണ്ടി ലഭിക്കാൻ വേണ്ടി വീടാന്തരം കയറി ഇറങ്ങുകയും പെൺകുട്ടികളും സ്ത്രീകളും ഫുളൈൽ വരുന്നുണ്ടെന്നറിഞ്ഞാൽ വീട്ടിന്റെ വാതിൽ അടച്ച് ഉള്ളിലേക്ക് ഓടി ഒളിക്കുന്ന അവസ്ഥയായിരുന്നു. അതേ ഈ ഫുളൈലത ഒരു ദിവസം ഫുളൈൽ വരുന്നെന്ന് പറഞ്ഞു എല്ലാവരും സൂക്ഷ്മതയോടുകൂടി തന്റെ മക്കളെയും ഭാര്യമാരെയും സഹോദരിമാരെയും ഒക്കെ സംരക്ഷിച്ചു. ഫുളൈലൊന്നും ലഭിച്ചില്ല. രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഫുളൈലിന്റെ മനസ്സിൽ പിശാച് മന്ത്രിക്കുകയല്ലേ, ഫുളൈൽ നീ എന്തിന് നിരാശനായിരിക്കണം? നിന്റെ തൊട്ടപ്പുറത്തിലെ ഒരു അയൽവാസിയായ സ്ത്രീയല്ലേ, അവളുടെ അടുക്കൽ വൃദ്ധയാണെങ്കിലും അവളുടെ അടുക്കൽ പോയി നിന്റെ കാര്യം സാധിപ്പിച്ച ഫുളൈലിന്റെ മനസ്സിൽ നിന്ന് പൈശാചികത മന്ത്രിക്കുകയാ. ഫുളൈൽ അവിടെ നിന്ന് എണീക്കുകയാ. ആ അയൽവാസിയുടെ വീടിന്റെ അടുത്തേക്ക് പോയി അവരുടെ വീടിന്റെ കഥ കടിച്ച് പൊളിച്ച് അകത്ത് കയറുകയാ. കയറുന്ന സമയത്ത് അവർ രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിക്കുന്നു. തഹജ്ജുദ് നമസ്കാരത്തിൽ അവർ പാരായണം ചെയ്തിരുന്ന വചനം സൂറത്ത് ഹദീദിലെ 16-ാമത്തെ ആയത്ത്, അലം യഅനിലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് സമയമായിട്ടില്ല, അൻ തഖ്ശ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹനെ ഓർക്കാൻ ഇനിയും വിശ്വാസികൾക്ക് സമയമായില്ലേ. വമാ നസല മിനൽ ഹഖ്, അല്ലാഹ് ഇറക്കിയ ഖുർആനിലെ യാഥാർത്ഥ്യങ്ങളിലേക്കും വലാ തകൂനൂ കല്ലദീന ഊതുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട യഹൂദ നസ്രാനികളാകാൻ അവരെ പോലെ ആകാതിരിക്കാൻ അവർക്ക് സമയമായിട്ടില്ലേ. മിൻ ഖബൽ, മുമ്പ്, ഫതാല അലൈഹിമുൽ അമദു, കാലം അവർക്ക് കുറെ ദീർഘിച്ചു പോയി. ഫഖസദ ഖുലൂബുഹും, ഹൃദയങ്ങൾ കടുത്തുപോയി. ഖുർആനും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ഒന്നുമില്ലാതെ ഹൃദയം കടുത്തു പോവുകയാ. വകസീറും മിൻഹും ഫാസിഖൂൻ, ഒരുപാട് ആളുകൾ തമ്മാടികളായി. അവരെ പോലെ നിങ്ങൾ ആകരുതേ. വിശ്വാസികളെ, ഈ ആയത്ത് ഫുളൈലിന്റെ കാതിൽ ചെന്നലക്കുകയാണ്. ഫുളൈൽ ആലോചിക്കുക, എന്താണ് ഈ പറയുന്നത്? പടച്ചവനെ പേടിച്ചിട്ട് നിങ്ങൾക്ക് ഇനിയും മനസ്സുകൾക്ക് ഭയപ്പെടാൻ സമയമായില്ലേ എന്ന് ചോദിക്കുന്നു. വല്ലാത്തൊരു ചോദ്യമാണ്. ഫുളൈലിന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ആ സഹോദരിയെ തൊട്ടില്ല. ആ കഥ കടച്ചു വെച്ച് പുറത്തേക്ക് ഫുളൈൽ ഇറങ്ങിയിട്ട്
ഫുളൈലിന്റെ മനസ്സ് ആയത്ത് ഉരുവിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് പോയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച സംഭവം അത് ഖുർആൻ കൊണ്ട് മാറ്റിയെടുത്തതാ. ഇന്ന് ആധുനിക തലമുറയെ ഈ പരിശുദ്ധ ഖുർആൻ മാറ്റിയെടുക്കാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ ഇത്രയധികം ഖുർആനിന്റെ വയലുകളും പ്രഭാഷണങ്ങളും സിംബോസിയങ്ങളും സെമിനാറുകളും സമ്മേളനങ്ങളും എല്ലാം നടന്നിട്ടും എന്തുകൊണ്ട് ഉമ്മത്തിന് മാറ്റം വരുന്നില്ല? അതിനൊരു മറുപടി അല്ലാഹ് പറഞ്ഞില്ലേ, നിങ്ങൾ ആരെ പോലെ ആകരുത്, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ പോലെ. അവരുടെ കുറിച്ച് ഖുർആൻ സൂറത്ത് ജുമയിൽ അല്ലാഹു തആല പറഞ്ഞിരാ, മസലുൽ ലദീന ഹുമ്മിലുത് തൗറാത്ത്. എന്താണ് അവരുടെ ഉപമ? ഗ്രന്ഥം തൗറാത്ത് വഹിക്കപ്പെടേണ്ട ആളുകൾ അവരുടെ ഉപമ സുമ്മലം യഹ്മിലുഹാ കമസലിൽ ഹിമാർ. അവരൊരു ഒരു കഴുതയെ പോലെയാണ്. ആ കഴുത യഹ്മിലു അസ്വാറ, ഗ്രന്ഥത്തിന്റെ വേദഗ്രന്ഥങ്ങളുടെ ചുമട്ട് കെട്ടുകൾ അത് പുറത്ത് വഹിക്കുന്നുണ്ട്, യാത്രയാകുന്നുണ്ട്. അത് ആ കഴുതക്കറിയില്ല എന്താണ് ഈ ഗ്രന്ഥത്തിലുള്ളത്, എന്താണ് ഇതിന്റെ പവിത്ര, ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഉള്ളടക്കം എന്താ. ആ കഴുതക്കറിയാത്തതുപോലെ ഇവർ ഗ്രന്ഥം വഹിക്കുകയാ. അള്ളാന്റെ ആയത്തുകളെ വ്യാജമാക്കുന്നവരുടെ ഉപമ എത്ര ചീത്ത. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. അപ്പൊ എന്താ, ഗ്രന്ഥ ചുമട്ട് വഹിക്കുന്ന കഴുതകളെ പോലെ ആയിപ്പോയി, വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ അവരാകരുതെന്ന് പറഞ്ഞു മുസ്ലിം ഉമ്മത്ത്. അങ്ങനെയായി മുസ്ലിം ഉമ്മത്ത്. ഈ ഖുർആൻ എന്നുള്ളത് പാരായണത്തിന് പുണ്യമുണ്ട് പ്രിയമുള്ളവരെ, പ്രതിഫലമുണ്ട്. പക്ഷെ അത് പാരായണത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനമാകുമ്പോൾ ഖൗമൻ യഖറഊനൽ ഖുർആൻ, ഖുർആൻ നല്ലവണ്ണം ഓതുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാകും. പക്ഷേ ലാ യുജാവിജു ഹനാസിറഹും, അവരുടെ തൊണ്ടക്കുഴിയുടെ താഴേക്ക് ഖുർആനിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും ഇറങ്ങുകയില്ല. എന്നിട്ട് യംറുഖൂന മിനദ്ദീനി കമാ തംറുഖു സഹമു മിനർ റമി, അമ്പിൽ നിന്ന് വില്ല് തെറിച്ചു പോകും പോലെ ഇസ്ലാമിൻ ദീനിൽ നിന്ന് അവർ മെല്ലെ തെറിച്ചു പോകും. ഖുർആനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ, അതിന്റെ പാരായണത്തിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. 1ന് 10 പ്രതിഫലമുണ്ട് പാരായണത്തിന്, ഇല്ല എന്നല്ല ഒരക്ഷരത്തിന് ഉണ്ട്. അത് സാക്ഷി പറയും, ഇഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓദിക്കോ, അതിന്റെ അനുയായികൾക്ക് ഖുർആന്റെ ഓരോ സൂറത്തുകളും സാക്ഷി പറയും, ശരിയാ. പക്ഷെ പാരായണത്തിനപ്പുറം ഖുർആൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹു ലക്ഷ്യമാക്കുന്നത് നമ്മുടെ പരിവർത്തനമാണ്, മാറ്റമാണ്. വിശ്വാസികളെ, ആ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞതുപോലെ, എന്താണ് ഖുർആൻ? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി. ഈ ഖുർആൻ അനുഗ്രഹം നിറഞ്ഞ ബർക്കത്തുള്ള ഖുർആനാണ്. ഈ ഖുർആനെ നിങ്ങൾ യതദബ്ബറു ആയാതിന്റെ ഓരോ ആയത്തുകളെയും ചിന്തിച്ചെടുത്ത് പഠിക്കണം, ആലോചിക്കണം. ഖുർആൻ ഓതുമ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം, ആശയമെന്ന് അറിയണം. വലിയ തദക്കറഉൽ അൽബാബ്, ബുദ്ധിയുള്ള ചിന്തയുള്ള ആളുകളെ നിങ്ങളത് ഉപയോഗപ്പെടുത്തണം, അവരറിയട്ടെ, ഓർക്കട്ടെ എന്നാ പറഞ്ഞത്. വിശ്വാസികളെ, ഇങ്ങനെ ഖുർആനിനെ ചിന്തയുമായി ബന്ധപ്പെടുത്താൻ കഴിയണം. ഖുർആൻ വേറൊരു സ്ഥലത്ത് നമ്മളോട് ചോദിക്കുകയാ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആൻ എന്താ ഉറ്റാലോചിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവരുടെ ഹൃദയങ്ങളൊക്കെ പൂട്ടിയിരിക്കുകയാണോ? ഒന്ന് ലോക്കാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നും കയറുകയില്ല. ഈ ഖുർആൻ അവർ പാരായണം ചെയ്യുന്ന എന്തുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല? ഖുർആനിന്റെ ചോദ്യം. വിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ ഖുർആൻ പഠിച്ച് അവരെങ്ങനെ മാറി? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാ, കുന്നാ ലാ നതജാവസു 10 ആയാത്തിൻ ഹത്താ നഅലമഹുന്ന വനഅമല ബിഹിന്ന വനഅലമ ഹലാലിഹിന്ന വഹറാമിഹിന്ന. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലെത്തി 10 ആയത്തുകൾ പഠിക്കും. എന്നിട്ട് ആ 10 ആയത്തുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ അമല് ചെയ്യാനുണ്ട്, എന്തെല്ലാം ജീവിതത്തിൽ പകർത്താനുണ്ട്, എന്തെല്ലാം ഹറാമുകൾ നമ്മുടെ ജീവിതവുമായിട്ടുണ്ട്, അതൊക്കെ മാറ്റിവെക്കും. എന്തൊക്കെ ഹലാലുകൾ പകർത്തേണ്ടതുണ്ട് ആ ആയത്തിൽ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തും. എന്നിട്ട് അടുത്ത 10 ആയത്തുകൾ ഞങ്ങൾ പാരായണം ചെയ്യാറുള്ളൂ. ആരാണ് സ്വഹാബത്ത്? ഖുർആൻ പാരായണത്തിൽ പിന്നിലല്ല. റമദാനായി കഴിഞ്ഞാൽ 3 രാത്രികൾ കൊണ്ട് ഖത്തം തീർക്കുന്ന സഹാബത്ത്,
റമദാനിന്റെ അവസാനത്തെ 10 കഴിഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് ഖത്മ് തീർക്കുന്ന സ്വഹാബത്ത്, ഈ സ്വഹാബത്താ പറയുന്നത്, ഖുർആനിന്റെ പഠനം ഞങ്ങൾ എങ്ങനെ പഠിച്ചു, ഞങ്ങളെ മാറ്റിയെടുക്കാൻ, ഖുർആൻ ഞങ്ങളെ പരിവർത്തിപ്പിച്ചെടുക്കാൻ, ഞങ്ങൾ ഖുർആൻ കൊണ്ട് മുത്തഖീങ്ങളാകാൻ കാരണം അതിലുള്ള ആശയവും അർത്ഥവും ഹലാലുകളും ഹറാമുകളും പഠിച്ച് ജീവിതത്തെ ഞങ്ങൾ പരിവർത്തിപ്പിച്ചു എന്നുള്ളതാ. വിശ്വാസികളെ, അതിന് നമുക്ക് സാധിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞ അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യത്ലൂനഹു ഹഖ്ക തിലാവതിഹി. വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ അവർ അതിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള തിലാവത്ത് പാരായണം നടത്തും. ഉലൈക യുഅ്മിനൂന ബിഹി, അവർ അതിൽ വിശ്വസിക്കുന്നവരാ. ഇതിന്റെ വിശദീകരണം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കൊടുത്തത് വല്ലദീ ബിനഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്, അല്ലാഹുവാണ് സത്യം. ഇൻ ഹഖ്ക തിലാവതിഹി, യഥാർത്ഥ ഖുർആൻ പാരായണം, അയ്യുഹല്ലില ഹലാലഹു, ഖുർആൻ ഹലാലാക്കിയതിനെ ഹലാലായി കാണുക, വയുഹർരിമ ഹറാമഹു, ഖുർആൻ ഹറാമായി കാണരുത്, കേൾക്കരുത്, കൊടുക്കരുത്, വാങ്ങരുത്, പിടിക്കരുത്, നോക്കരുത്, അതിലേക്ക് നടക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താവട്ടെ, അത് റമദാനായി കഴിഞ്ഞാൽ ക്ലോസ് ആക്കി, റമദാനായി കഴിഞ്ഞ് ഞാൻ അത് നോക്കുകയില്ല, ഇനി റമദാൻ കഴിഞ്ഞ് അത് റമദാനായി ഓഫാക്കി, റമദാൻ കഴിഞ്ഞാൽ ഓണാക്കാം ഓപ്പൺ ആക്കാം എന്നല്ല. ജീവിതം മുഴുകെ ഹലാലുകളെ ഹലാലായി, ഹറാമുകളെ ഹറാമായി, അല്ലാഹ് ഇറക്കിയതുപോലെ പാരായണം ചെയ്യുക. ഖുർആനിന്റെ ആയത്തിനെ അതിന്റെ വാക്കുകളെ അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിക്കരുത്. ഖുർആൻ കൊടുക്കാത്ത അർത്ഥങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാനും പാടില്ല. ഇങ്ങനെ പാരായണം ചെയ്യുക, ഇങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്തായി ഈ ആയത്തിൽ കൊടുത്ത വിശദീകരണം? അദ്ദേഹം കൊടുത്ത വിശദീകരണം, ഇദാ മർറ ബിദിക്രിൽ ജന്ന, സ്വർഗത്തെ പറയുന്ന ആയത്തുകൾ, പാരായണം ചെയ്യുന്ന ആയത്തുകളോട് നിങ്ങൾ കടന്നു പോകുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ, സഅലല്ലാഹ് അൽ ജന്ന, അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുക, അല്ലാഹുവേ സ്വർഗ്ഗം തരണേ എന്ന്, അല്ലാഹുവിനെ അസ്അലുക്കൽ ജന്ന എന്ന് പറയുക. വഇദാ മർറ ബിദിക്രിൻ നാർ, നരകത്തെ പറയുന്ന ആയത്തുകൾ നിങ്ങൾ കടന്നു പോകുമ്പോൾ, തഅവ്വദ് ബില്ലാഹി മിനൻ നാർ, നരക ലോകത്ത് നിന്ന് അല്ലാഹുവിനോട് അഭയം തേടുക. ഇങ്ങനെ പാരായണം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുക. ഇങ്ങനെ പാരായണം ചെയ്താൽ ഖുർആനിന്റെ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകും. അതാണ് അല്ലാഹ് പറഞ്ഞത്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനം അല്ലാഹു ഇറക്കിയതാ. കിതാബൻ മുതശാബിഹ, ആവർത്തിച്ച് വരുന്ന വചനങ്ങളുണ്ട് അതിൽ. മസാനിയ, അതിൽ സാദൃശ്യമുള്ള, മസാനിയ ആവർത്തിക്കുന്ന, മുതശാബിഹ സാദൃശ്യമുള്ള ആവർത്തിക്കുന്ന വചനങ്ങൾ ഖുർആനിലുണ്ട്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ അവരുടെ തൊലികൾ ഖുർആൻ പാരായണം ചെയ്താൽ രോമാഞ്ചം എടുത്തു പിടിക്കും. സുമ്മ തലീനു ജുലൂദുഹും, അവരുടെ തൊലികൾ അതിലേക്ക് വഴിപ്പെടും. വഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളും ഇലാ ദിക്രിൽ, അല്ലാഹുവിന്റെ ഓർമ്മയിലേക്ക്. ദാലിക ഹുദല്ലാഹ്, അതാണ് ഹുദ, അലാലിക്കൽ കിതാബ് ഹുദൽ ലിൽ മുത്തഖിൻ ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞത്. ഈ നമ്മൾ മനസ്സിലാക്കുക, ഹുദ നമുക്ക് ലഭിച്ചിട്ടുണ്ട് വിശ്വാസികളെ. അല്ലെങ്കിൽ അത് ലഭിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാ ഈ റമദാനിലൂടെ. ആ തഖ്വ നമുക്ക് വാങ്ങണം. ഖുർആൻ ഓതിയാൽ നമ്മുടെ ശരീരത്തിന്റെ തൊലികൾ എടുത്തു പിടിക്കുന്ന, യഹ്ദി ബിഹില്ലാഹി മയ്യശാ, അല്ലാഹ് കൊടുക്കുന്ന ഹിദായത്ത്. എങ്ങനെ നമ്മൾക്കൊരു വേദന വന്നു, നമുക്കൊരു അസുഖം വന്നു, ഡോക്ടർ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തു, അതിന്റെ റിസൾട്ട് കിട്ടി. റിസൾട്ട് നോക്കുമ്പോൾ ക്യാൻസറിന്റെ അംശമുണ്ട്, ട്യൂമറുണ്ട്, നമുക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഒരുപാട് വലിയ മാരക രോഗങ്ങളുണ്ട്. അത് നമ്മൾ വായിക്കും, റിസൾട്ട് വായിക്കും, നമ്മുടെ കണ്ണുകൾ നനയും, കൽബ് പിടയും. ഇതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, നരകത്തിന്റെ ആളുകളുടെ കാരണം പറയുമ്പോൾ, അവിടെ ശിക്ഷ കിട്ടുന്ന മാരകമായ അതിന്റെ കുറ്റകൃത്യങ്ങൾ പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, നമ്മളത് ശിർക്കിന്റെ ആളുകളാണോ, നമ്മൾ ആ കള്ളിന്റെ ആളുകളാണോ, അല്ല വ്യഭിചാരത്തിന്റെ ആളുകളാണോ, പലിശയുടെ ആളുകളാണോ, പരദൂഷണത്തിന്റെ ആളുകളാണോ, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളുമായുള്ള ബന്ധം വിച്ഛേദിച്ചവരാണോ, ഭാര്യ ഭർത്ത ബന്ധം ശിഥിലമാക്കിയവരാണോ, അയൽവക്ക ബന്ധം തകർത്തവരാണോ, ഓരോ മേഖല ചതിയും കൊള്ളിവെപ്പും വഞ്ചനയും അനീതിയും ഒക്കെ നമ്മൾ എവിടെയെങ്കിലും, നമ്മുടെ ബിസിനസ്സിലോ ജോലി എവിടെയെങ്കിലും ഉണ്ടോ, ഈ ഖുർആൻ പറഞ്ഞതുമായി ജീവിതവുമായി തട്ടിച്ചു നോക്കുക. തീർച്ചയായും നമ്മൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് അതിൽ പോസിറ്റീവ് കാണുമ്പോൾ ഞെട്ടും പോലെ ഇതിനേക്കാൾ ഞെട്ടണം നമ്മൾ ഖുർആൻ ഓതുമ്പം. ഈ സ്വഭാവം എന്നിലുണ്ടല്ലോ. നോക്കൂ, നിങ്ങൾ സ്വഹാബികളുടെ സ്വഭാവം പറയാ. അള്ളാഹുവിന്റെ റസൂൽ ഇറങ്ങിയ ഖുർആൻ അവർ കേട്ടാൽ
തറാ അഅ്യുനഹും തഫീദു മിനൽ ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. ഈ ഖുർആനിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ നിമിത്തം കണ്ണിൽ നിന്ന് കണ്ണീർ ധാരയായി ഒഴുകും അവരോട്. യഖൂലൂന റബ്ബനാ ആമന്നാ, അല്ലാഹുവേ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഫക്തുബ്നാ മഅശ് ശാഹിദീൻ, അല്ലാഹുവേ വിശ്വാസികളിൽ ആയ സാക്ഷികളിൽ, നിന്റെ ഖുർആൻ പറയുന്ന സാക്ഷികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല, ഞങ്ങൾ അതിൽ രേഖപ്പെടുത്തണേ അല്ല. എന്നിട്ട് അല്ലാഹുവിനോട് പറയാം, വമാ ലനാ ലാ നുഅ്മിനു ബില്ലാഹി വമാ ജാഅനാ മിനൽ ഹഖ് വനത്മ വയുദ്ഖിൽനാ റബ്ബുനാ മഅൽ ഖൗമി സ്വാലിഹീൻ. പടച്ചവനെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തന്ന യാഥാർത്ഥ്യങ്ങളെ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കാതിരിക്കും? ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു, ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് പൊട്ടിക്കരയും എന്നുള്ളതാണ്. അറിയോ നിങ്ങൾ, ചരിത്രത്തിലേക്ക് വന്നാൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തി വെക്കുകയാ. വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് എന്ന പ്രവാചകന്റെ പള്ളിയിൽ നിന്നൊരു പാരായണം കേൾക്കുകയാ. കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയെ നാളെ പരലോകത്ത് ചോദിക്കും, എന്ത് കാരണത്താലാണ് നിങ്ങൾ ഈ കുട്ടിയെ കുഴിച്ചു മൂടിയത്? പെൺകുട്ടിയെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ എന്നായത്ത് ഓതിയപ്പം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് കണ്ണീർ ഒഴുകി പൊട്ടിക്കരയുകയാ. റസൂൽ ചോദിച്ചു, എന്താ ഉമർ ഇങ്ങനെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലേ, ജാഹിലിയ്യ കാലത്ത് എനിക്ക് 2 പേര് കുരുന്നു മക്കൾ ജനിച്ചു. ആ കുരുന്നു മക്കളെ ജാഹിലിയ്യത്തിന്റെ സ്വഭാവപ്രകാരം പെൺകുട്ടികൾ ജനിച്ചാൽ കുഴിച്ചു മൂടണം. ഞാൻ എന്റെ കുരുന്നു മക്കളെ കൈപിടിച്ച് കുഴി കുത്തി അതിലേക്ക് ഇറങ്ങുമ്പോൾ മണ്ണിട്ട് മൂടുമ്പോൾ ഉപ്പാ ഞങ്ങൾക്ക് ചെയ്യല്ല ഉപ്പാ എന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞിട്ട് പോലും എനിക്ക് സങ്കടം വന്നില്ല നബിയെ. ഇപ്പോൾ ഞാൻ ഇസ്ലാം ഉൾക്കൊണ്ട് ഖുർആൻ മനസ്സിലാക്കി ആ തെറ്റാലോചിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ എനിക്ക് സഹിക്കാനാകുന്നില്ല പ്രവാചകരെ. ഇതാണ് സ്വഹാബത്തിന്റെ ഇങ്ങനെ മാറ്റം. ഖുർആൻ ഓതുമ്പോൾ നമ്മളിൽ മാറ്റം വേണം വിശ്വാസികളെ. അങ്ങനെയാ നമ്മളെ ഖുർആൻ മാറ്റിയെടുക്കുക. ഇനിയും നമ്മൾ ചരിത്രത്തിലേക്ക് കടന്നാൽ ഒരിക്കലത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഓതിക്കൊടുക്കുകയാ. ഏതാണ് ആ വചനം? സൂറത്തുൻ നൂറിലെ വലാ യഅ്തലി ഉലിൽ ഫളിൽ മിൻകും വസഅതി അൻ യൂതു ഉലിൽ ഖുർബ വൽ മസാകിൻ വൽ മുഹാജിരിൻ ഫീ സബീലില്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്. എന്താണ് സംഭവം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഹദീസുൽ ഇഫ്ക് മുനാഫിഖീങ്ങൾ പറഞ്ഞു പരത്തി. ഇതിൽ മഹാനായ മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെട്ടു പോയി. മിസ്തഹ് റളിയല്ലാഹു തആല അൻഹുവിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കൊടുക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, മിസ്തഹ് അതിൽപ്പെട്ടതുകൊണ്ട് ഇനി ഞാൻ ഒന്നും ഭക്ഷണം കൊടുക്കൂല. എന്റെ മോളെ പറ്റി പറയുന്നതിൽ മിസ്തഹുമുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ആ സമയം മിസ്തഹ് നിരപരാധിയാണ്. അത് മുനാഫികൾ കെട്ടിച്ചമച്ച് പറഞ്ഞതാണ് എന്ന വചനം അറിഞ്ഞപ്പോ ഈ സമയം അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഓതിക്കെടുക്കുകയാണ്. ഒരിക്കലും തന്നെ വലാ യഅ്തലി ഉലിൽ ഫളിൽ മിൻകും വസഅതി അൻ യൂതു ഉലിൽ ഖുർബ. പണവും സാമ്പത്തിക ശേഷിയുമുള്ള ആളുകൾ പാവപ്പെട്ടവർ മിസ്കീനും മുഹാജികൾക്കും കൊടുക്കുന്നത് കൊടുക്കില്ല എന്ന് പറയരുത് ഇതിന്റെ പേരിൽ. എന്നിട്ട് പറയാം, വല്യഅഫു വല്യസ്ഫഹു, വിട്ടുവീഴ്ച ചെയ്തുകൂടെ, മാപ്പാക്കിക്കൂടെ. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങളെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുത്തു തന്നെ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഈ ആയത്തിറങ്ങിയപ്പം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതെ അല്ലാഹുവേ, ഞാൻ ആഗ്രഹിക്കുകയാണ്, റബ്ബേ എൻ്റെ പാപങ്ങളെ നീ പുറത്തു തരണേ. ഞാനിതാ എൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് ഞാനിതാ മാറി നിൽക്കുകയാണ്. ഞാൻ ഇഷ്ടപ്പെടുകയാണ്, എൻ്റെ പാപങ്ങളെ എൻ്റെ റബ്ബ് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞ് തൻ്റെ ജീവിതത്തിൽ വന്ന അബദ്ധം ഖുർആനിലെ ആയത്ത് കൊണ്ട് തിരിച്ച്. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹുജറാത്തിലെ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയ വിശ്വാസികളെ, ലാ തർഫഉ അസ്വാദകും ഫൗഖ സൗത്തിൻ നബി, നിങ്ങളുടെ ശബ്ദം റസൂലുള്ളാഹിന്റെ ശബ്ദത്തിന്റെ മേലെ നിങ്ങൾ ഉയർത്താൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഉയർത്തിയാൽ തഹ്ബത അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഈ ആയത്തിറങ്ങിയപ്പം അദ്ദേഹം പിന്നീട് റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വന്നിട്ടില്ല. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അല്പം പച്ച വെച്ച് സംസാരിക്കുന്ന മനുഷ്യനാണ്. ആളുകളോട് ചോദിച്ചു, എന്താ സാബിത്ത് പള്ളിയിൽ വരാത്തത്? റസൂലുള്ളാഹി സാബിത്തിനെ അന്വേഷിച്ച് നിങ്ങൾ പോയി നോക്കൂ. ആ സമയം സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിരിക്കുകയാ. അദ്ദേഹം പറയാണ്, അനല്ലദി അർഫഉ സൗതി ഫൗഖ സൗത്തിൻ നബി വഅജ്ഹറു ലഹു ബിൽ ഖൗൽ ഹബിത അമലി വഅന മിൻ അഹ്ലിൻ നാർ. എൻ്റെ അമലുകൾ ബാത്തിലായി, നബിയുടെ ശബ്ദത്തെക്കാളും ഉയർന്നു പോകാനുള്ള ശബ്ദം എൻ്റെ ശബ്ദമാണ്, എന്നെ കുറിച്ചാണ് ഈ ആയത്തിൽ പറഞ്ഞത്, ഞാൻ നരകത്തിൽ പെട്ടുപോയി എന്ന് പൊട്ടിക്കരയുന്ന ഈ മനുഷ്യനെ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് സ്വഹാബികൾ കൊണ്ടുവന്ന് സമാധാനിപ്പിച്ചു. ലാ ബൽ ഹുവ മിൻ അഹ്ലിൽ ജന്ന,
സ്വർഗത്തിൻ്റെ ആള് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനമായത്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠനം, പാരായണം ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് പരിവർത്തനങ്ങൾ ഉണ്ടാക്കേണ്ടത്, ഇത്തരത്തിലുള്ളൊരു പാരായണമാണ് വിശ്വാസികളെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ പാരായണം ചെയ്ത് ജീവിതം മാറ്റി ഒരു നല്ല ഒരു ജീവിതം, ഖുർആൻ അനുസരിച്ചൊരു ജീവിതം, അങ്ങനെ കാന ഖുൽഖുഹു ഖുർആൻ, ഖുർആനാണ് സ്വഭാവം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയപ്പെട്ടതുപോലെ നമ്മളെക്കുറിച്ചൊരു മാറ്റം ഉണ്ടാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹദാ വമാ കുന്നാ നഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഊസികും വസാനി ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ച് പകർത്തി റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ഒരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ, നമ്മുടെ ജീവിതം പരിശുദ്ധ ഖുർആനുമായി ഒരു മാറ്റമുണ്ടാക്കി ഖുർആനിലേക്ക് നമ്മുടെ ജീവിതം മാറ്റി തീർക്കുക, നമ്മുടെ ജീവിതം ഖുർആനാക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നതാണ് വിശ്വാസികളെ എന്നോടും നിങ്ങളോടും സൂചിപ്പിക്കാനുള്ളത്. നാം മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. എൻ്റെ ഈ ദിക്റിൽ നിന്ന്, സ്മരണയിൽ നിന്ന് ആരെങ്കിലും ഇത് പാരായണം ചെയ്ത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഖുർആൻ ഇതാണ് പറയുന്നത് എന്നിട്ട് അതിന് വിരുദ്ധമായി ജീവിച്ചാൽ ഫഇന്ന ലഹു മഈശത്തൻ ദൻക, ഖബറിൽ എടുക്കുന്ന പ്രത്യേകമായ ശിക്ഷ നാം അവനെ ഏർപ്പെടുത്തുമെന്നാണ്. ആ ഖബറിൻ്റെ ശിക്ഷ എങ്ങനെയായിരിക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സുദീർഘമായ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ഖുർആൻ എടുത്ത ആളുകൾ, പഠിച്ച ആളുകൾ, അതുകൊണ്ട് അമല് ചെയ്യാത്ത ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോൾ അവരെ ചെരിച്ച് കിടത്തി അവരുടെ ശരീരത്തിലേക്ക് വലിയ പാറക്കല്ല് കൊണ്ടുപോയി എറിയുകയും തലയും തലച്ചോറുമൊക്കെ പൊട്ടിത്തെറിക്കുകയും വീണ്ടും അയാൾ അട്ടഹസിക്കുകയും പൂർവാവസ്ഥയിലേക്ക് വരികയും. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇത് കാണിച്ചു കൊടുത്തു. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. പ്രവാചകൻ ചോദിച്ചു, ഇവരാരാണ്? അതിന് കൊടുത്ത മറുപടി, ദുനിയാവിൽ വെച്ച് ഖുർആൻ എടുക്കും, അതും പഠിക്കും, പാരായണം ചെയ്യും, പിന്നെ പിന്നെ അതിനെ ഒഴിവാക്കും ജീവിതത്തിൽ നിന്ന്. ഖുർആൻ തന്നെ മാറ്റി വെക്കുന്ന ഒരവസ്ഥ. അവർ അതുകൊണ്ട് അമല് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഈ ഒരു ദുർഗതി, ഈ ദാരുണമായ രംഗം നമുക്ക് വരുന്നത് വിശ്വാസികൾ. പലപ്പോഴും ചില ആളുകൾക്ക് ട്രെയിനിൻ്റെ ഉള്ളിൽ കുടുങ്ങിയത് കാണുമ്പം, തലച്ചോറും ശരീരമൊക്കെ പൊട്ടിത്തെറിച്ച് കാണുമ്പോൾ, വികൃതമായിട്ട് കാണുമ്പോൾ നമ്മൾ പടച്ചോരെ എനിക്കങ്ങനെ അവസ്ഥ വരുന്നതെന്ന് പറയാറുണ്ട്. ഇതേ രൂപത്തിൽ തലച്ചോറും ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്ന മാരകമായ ശിക്ഷ ഖുർആനിലെ ആശയങ്ങൾ പഠിച്ച് അത് പകർത്താതെ പോയാൽ ഈ ഒരു അപകടം നമുക്ക് വരാതിരിക്കാൻ സൂക്ഷിക്കുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൽ പരമാവധി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും തഖ്വ നേടിയെടുക്കുവാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനും നാളെ പരലോകത്ത് ഈ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, കഴിഞ്ഞ റമളാനുകളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ, ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, ജ്യേഷ്ഠ അനിയന്മാരുണ്ട്, സഹോദരി സഹോദരന്മാരുടെ, അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പലരുമുണ്ട്. അള്ളാഹുവെ, അവർ നാറടി മണ്ണില റബ്ബേ, അവർക്ക് നീ അവരുടെ നോമ്പുകൾ, അവരുടെ നമസ്കാരങ്ങൾ, അവരുടെ എല്ലാ കർമ്മങ്ങളും എല്ലാം അവരിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ. അവരുടെ ഖബറിനെ നീ സ്വർഗ്ഗ തോപ്പാക്കി മാറ്റണമേ അള്ളാഹു. അള്ളാഹു, ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങളെ ഒരുപാട് പ്രയാസപ്പെട്ട് ഞങ്ങൾ തീറ്റിപ്പോറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ, അള്ളാഹുവെ, അവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും, രോഗങ്ങളാകട്ടെ അല്ലെങ്കിൽ കടബാധ്യതകളാകട്ടെ, മനോവിഷമങ്ങളും വ്യഥകളും സങ്കടങ്ങളും ദുഃഖങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് മാറ്റിത്തരണമേ അള്ളാഹ്. അള്ളാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് മരണം വരെ ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. അള്ളാഹു, കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് കാത്തിരക്ഷിക്കണമേ അള്ളാഹ്. അള്ളാഹു, ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ രാത്രി നമസ്കാരവും ഞങ്ങളുടെ ഖുർആൻ പാരായണവും സ്വതക്കകളും ധ്യാനധർമ്മങ്ങളും നോമ്പ് തുറപ്പിക്കലും എല്ലാം ഞങ്ങളിന്ന് അമല് സ്വാലിഹാത്തായി
ഇഖ്ലാസുള്ള അമലായി തഖ്വയുള്ള അമലായി ഞങ്ങൾ കബൂലായി സ്വീകരിക്കണമേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. توفنا مسلمين والحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. اللهم صل على